രാജ്യത്തിന് നാണക്കേടായ ഹംപി കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾക്ക് വധശിക്ഷ. വിദേശ വനിതയടക്കം രണ്ടുപേരെ ബലാത്സംഗം ചെയ്ത സംഭവത്തിലെ 3 പ്രതികൾക്ക് ആണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഗംഗാവതി കോടതി ആണ് വധശിക്ഷ ശിക്ഷിച്ചത്. മല്ലേഷ്, സായി, ശരണപ്പ എന്നിവരെയാണ്. KB ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീധരൻ, എല്ലാ പ്രതികൾക്കും വധശിക്ഷയാണോ? കേസിലെ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ വിധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ശിക്ഷാവിധിയുടെ പൂർണ്ണരൂപം? അക്ഷയ, രാജ്യത്തിന് തന്നെ വല്ലാത്ത നാണക്കേടുണ്ടാക്കിയ സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ലോക പൈതൃക പട്ടികയിൽപ്പെട്ട ഹംപി കാണാനെത്തിയ വിനോദസഞ്ചാരികളാണ് പീഡിപ്പിക്കപ്പെട്ടത്. അതായത് രാത്രി വാന നിരീക്ഷണത്തിന് വേണ്ടി പുറത്തിറങ്ങിയ തുംഗഭദ്ര നദിക്കരയിൽ ഇറങ്ങിയ ആളുകളെയാണ് ആ പ്രദേശവാസികളായിട്ടുള്ള 3 പേർ ചേർന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. അതായത് ഇതിൽ ഇസ്രായേലി വനിത, ഒരു തദ്ദേശീയമായിട്ടുള്ള ഒരു ഗൈഡായിട്ടുള്ള സ്ത്രീ, ഇവരെയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. കൂടെ ഉണ്ടായിരുന്ന 3 പുരുഷന്മാരെ, അതിലൊരു അമേരിക്കൻ വിനോദസഞ്ചാരിയുണ്ട്, അതുപോലെ തന്നെ ഒരു ഒഡീഷ സ്വദേശിയുണ്ട്, മറ്റൊരു ഇന്ത്യക്കാരൻ കൂടിയുണ്ട്. ഇവരെ 3 പേരെയും തുംഗഭദ്രയിലെ കനാലിലേക്ക് തള്ളിയിട്ടായിരുന്നു ഈ കൂട്ടബലാത്സംഗം ചെയ്തത്. ഏതായാലും അതിക്രൂരമായിട്ടുള്ള സംഭവം തന്നെയാണ് അന്നുണ്ടായത്. കഴിഞ്ഞ വർഷം മാർച്ച് 8-ാം തീയതിയാണ് സംഭവം നടക്കുന്നത്. ഇത് വലിയ വിവാദമായതോടുകൂടി രാജ്യത്തിന് വലിയ നാണക്കേടായ സംഭവമായതിനാൽ തന്നെ ഈ പെട്ടെന്ന് തന്നെ പ്രതികളെ അന്വേഷണം വ്യാപിപ്പിച്ച് പ്രതികളെ പിടികൂടുകയും തൊട്ടു പിന്നാലെ അതിവേഗ കോടതി ഈ കേസ് കേൾക്കുകയും ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതി പ്രതികളെല്ലാം കുറ്റക്കാരാണ് എന്ന് കൊപ്പൾ ജില്ലാ കോടതി, അതായത് ഗംഗാവതിയിലെ കോടതി കണ്ടെത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇന്ന് 3 പ്രതികൾക്ക്, 3 നരാധമന്മാർക്കും വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ജില്ലാ ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മല്ലേഷ്, സായി, ശരണപ്പ എന്നിങ്ങനെ 3 ആളുകളാണ്. രാത്രി പ്രദേശത്ത് പമ്പുണ്ടോ എന്ന് ചോദിച്ചു വന്ന ആളുകളാണ് ഈ വിനോദസഞ്ചാരികളെ ആദ്യം ആക്രമിക്കുകയും അവരുടെ പണവും ആഭരണങ്ങളുമൊക്കെ കവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഈ 3 പുരുഷന്മാരെ ഈ നദിയിലേക്ക് അല്ലെങ്കിൽ കനാലിലേക്ക് തള്ളിയിട്ട ശേഷം ഈ കൂടെയുണ്ടായിരുന്ന 2 സ്ത്രീകളെ, ഒരു സ്ത്രീ ഹോം സ്റ്റേയിലെ ജീവനക്കാരിയാണ്. അവർ, അതായത് ഈ വിനോദസഞ്ചാരികൾ താമസിച്ചിരുന്ന ഹോം സ്റ്റേയിലെ ജീവനക്കാരിയാണ്. അവരെയും അതുപോലെ തന്നെ ഇസ്രായേലി വനിതയായിട്ടുള്ള വിനോദസഞ്ചാരിയെയും പീഡിപ്പിച്ചത്. ഏതായാലും ഈ പ്രതികൾക്ക് ഇപ്പോൾ വധശിക്ഷ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. വളരെ, അതായത് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കോടതി നടപടികളും നിയമവ്യവസ്ഥയൊക്കെ നോക്കുമ്പോൾ അത് ദൈർഘ്യം നീണ്ടുപോകാറാണ് പതിവ്. പക്ഷെ ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ശിക്ഷാവിധിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നു, അതിവേഗം എന്ന് തന്നെ പറയുന്ന തരത്തിലല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ സംഭവമുണ്ടായ ശേഷം തൊട്ട് പിറ്റേ ദിവസം തന്നെ പ്രതികളെ പോലീസ്, കൊപ്പൾ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തേക്ക് നിയോഗിച്ച് പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു. പ്രത്യേകിച്ച് ഇതൊരു വിദേശ ആളുകൾ ഇരയായ ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ കേസിനെ എടുത്തത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹംപി എന്ന് പറയുന്ന ഈ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ ഒരു പ്രദേശം കാണാൻ നിരവധി ആളുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും വലിയ സുരക്ഷാ പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ടൂറിസത്തെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനു മുൻപൊന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വിദേശ സഞ്ചാരികൾ വരുന്ന ഒരിടത്ത് നടന്ന സംഭവത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് സർക്കാരും പോലീസും കണ്ടത്. അതിന്റെ ഭാഗമായിട്ട് അന്വേഷണം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. അതിനുശേഷം പ്രത്യേക കോടതി, അതിവേഗ കോടതി ഈ കേസ് കേട്ട് വിചാരണ പൂർത്തിയാക്കി റെക്കോർഡ് വേഗത്തിൽ വിചാരണ വിവരങ്ങൾ നൽകുന്നത്. ഹംപി കൂട്ടബലാത്സംഗ കേസിൽ 3 പ്രതികൾക്ക് വധശിക്ഷ.